ഇനി മെമെന്റോ ഉണ്ട്, റൈറ്റ്, ഫർണിച്ചറിലേക്ക് പോകും. താങ്ക് യു. അപ്പൊ മെമെന്റോ കൊടുക്കുന്ന സഹകരിച്ച ആളുകൾക്കുള്ള മൊമെന്റോ ആണ് അത്. കേരള മോട്ടോർ സ്പോർട്സ് സൊസൈറ്റി, കേരള മോട്ടോർ സ്പോർട്സ് സൊസൈറ്റി. ഷംസാദ് മലിക്കാർ അത് ഹാൻഡ് ഓവർ ചെയ്യും. ഷംസാദ് മലിക്കാർ, കേരള മോട്ടോർ സ്പോർട്സ് സൊസൈറ്റി, പ്ലീസ് കം വരൂ, വാങ്ങിച്ചു. കേരള മോട്ടോർ സ്പോർട്സ് സൊസൈറ്റി. സോ നിങ്ങൾ കണ്ട ഈ ദൃശ്യങ്ങളിലെ വാഹനങ്ങളെല്ലാം ഇവരാണ് ക്രമീകരിച്ച് വന്നത്. എത്ര മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയത്? രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാണ്. ആ റൈഡ് നമ്മൾ വളരെ സേഫ് ആയിട്ട് പൂർത്തിയാക്കി. ഒരു കുഴപ്പമുണ്ടായില്ല. സേഫ് ഡ്രൈവ് ആയിരുന്നു. സേഫ് ഡ്രൈവ്, ബ്യൂട്ടിഫുൾ റൈഡ്. താങ്ക് യു. ഓക്കെ, യാത്രികൻ ഇവിടെ ബൈക്ക് യാത്രികൻ. യെസ്, നമ്മുടെ റൈഡേഴ്സ് യാത്രികൻ. റൈറ്റ്, തിരിഞ്ഞ് നിൽക്കും. റൈറ്റ്, ഞങ്ങളുടെ സ്നേഹം യാത്രികൻ. താങ്ക്സ് എ ലോട്ട്. KHRA പ്രതിനിധി, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്തണം. ഓക്കെ, റൈറ്റ്. അടുത്തത് ഹാറ്റ്സ്, കേരള ഹാറ്റ്സിന്റെ പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ. ഹാറ്റ്സിന്റെ പ്രതിനിധി, ഇത് ഹാറ്റ്സിന്റെ ഒരു പ്രതിനിധി നമ്മുടെ രഞ്ജിനിയാണ്. ഷംസാദ് ഹോം സ്റ്റേസ് ആണ് അല്ലേ? അതൊരു നല്ല കാര്യമാണ്. നിങ്ങളുടെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് കൂടിയാണ് ഞാൻ. 100%. ഗ്രേറ്റ്. ഇത് ഓക്കെ, പുൽപ്പള്ളി ഓഫ് റോഡേഴ്സിന്റെ ഒരു മൊമെന്റോ. ശ്രീ ചെയർമാൻ ശ്രീ റോജി അഗസ്റ്റിൻ. പുൽപ്പള്ളി ഓഫ് റൈഡേഴ്സ് ഏറ്റവും ഫസ്റ്റ് റെസ്ക്യൂ ഉണ്ടായിരുന്നത് ഈ പുൽപ്പള്ളിയിലെ ഓഫ് റൈഡേഴ്സ് ആണ് അല്ലെ? നിങ്ങളാണ് ആദ്യം അവിടെ എത്തുന്നത് അല്ലെ? ആദ്യം RTO ഒക്കെ നിങ്ങളെ പിടിച്ച് കൊടുത്തെങ്കിലും അതേ RTOയും അതേ മറ്റേ ഫയർ ആൻഡ് സേഫ്റ്റിക്കാരും നിങ്ങളുടെ വണ്ടിക്കകത്താ പോയി രക്ഷപ്പെടുന്നത്. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് അനാവശ്യമായിട്ട് വണ്ടി മോഡിഫൈ ചെയ്യണമെന്നൊരു അഭിപ്രായം റിപ്പോർട്ടർ TVക്ക് ഇല്ല. ആവശ്യമായ മോഡിഫിക്കേഷൻ വരുത്താൻ RTO അനുവദിക്കണം, അത്രയല്ലേ വേണ്ടൂ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്കത് ഗിഫ്റ്റ് വാങ്ങാം. അപ്പോ പുൽപ്പള്ളി ഓഫ് റോഡ്സിന് വേണ്ടിയിട്ടുള്ള മൊമെന്റോ കൈപ്പറ്റുന്നു. താങ്ക്സ് എ ലോട്ട്. ഇനി സൈക്ലിംഗ് അസോസിയേഷൻ, നമുക്കൊപ്പം സൈക്ലിംഗ് ഭാരവാഹി ഉണ്ടായിരുന്നു. സുബൈർ നമുക്കൊപ്പം ഉണ്ട്. സുബൈർ അവിടെ ക്യാമറ ഗൈഡാണ്, എല്ലാം ഉണ്ട്. ഷംസാദ് മലിക്കാർ കൈമാറുന്നു. താങ്ക് യു സുബൈർ. ആരാണ്? KHRA. പ്ലീസ്. അയ്യോ, എന്റെ പേരെന്താ? നമ്മൾ വീഴില്ല എന്നതാണ് അതിന്റെ അർത്ഥം. അതെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. വരൂ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാമിന്റെ പേര് ഞാനങ്ങ് വിട്ടു. ചന്ദ്രിക മാം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷന്റെ KHRAയുടെ ഭാരവാഹിക്കുള്ള മെമെന്റോ കൈമാറുന്നു. താങ്ക്സ് എ ലോട്ട്. സന്തോഷം. എല്ലാവരും ഒരുമിച്ച് പിടിക്കണം, അല്ലാണ്ട് മുന്നേ ഒറ്റക്കെട്ടായി പോകും. നമ്മൾ ഒറ്റക്കെട്ടാണ്. അതിൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായത് ഒരു ഹോട്ടൽ തന്നെ കമ്മ്യൂണിറ്റി കിച്ചണാക്കി മാറ്റിയവരാണ് ഇവരിലെ ഒരു മെമ്പർ. വയനാട് ടൂറിസം അസോസിയേഷന്റെ ഹോട്ടൽ മേഖല വളരെ പ്രതിസന്ധിയിലാണല്ലേ. ടൂറിസ്റ്റുകളെ സംഭിച്ചു പോയി. അതിനെ വീണ്ടെടുക്കാൻ എല്ലാവിധ സഹായം തന്നെ ആരുടെ നേതൃത്വത്തിൽ വരണം എന്നാണ് നമുക്ക് അഭിപ്രായം. തീർച്ചയായിട്ടും വയനാട് ടൂറിസം അസോസിയേഷന്റെ പ്രതിനിധി ഉണ്ടെങ്കിൽ ഒന്ന് എത്തണം. വയനാട് ടൂറിസം അസോസിയേഷൻ താങ്കൾ തന്നെയാണ്. ഓക്കെ, വെറ്റയുടെ പ്രതിനിധി വയനാട്. യെസ്, പ്ലീസ്. വെറ്റയുടെ പ്രതിനിധി ചന്ദ്രിക മാം. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. വയനാട് വാങ്ങിയ ആൾക്കാർ താഴോട്ട് ഇറങ്ങി. ഓക്കെ, അപ്പൊ നമുക്കിനി താഴേക്ക് ഇറങ്ങാം. അപ്പൊ ഫൂമയ്ക്ക് ഞങ്ങളുടെ സ്നേഹവും ആദരവും. നമുക്കത് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. കേരള റൈഡേഴ്സ് ക്ലബ്ബ് വയനാട് റൈഡേഴ്സ് ക്ലബിന്റെ ഭാരവാഹി വയനാട് ഇക്കോ ടൂറിസം പ്രവീൺ പ്ലീസ്. വയനാട് ഇക്കോ ടൂറിസം ഓർഗനൈസേഷന്റെ ആരെങ്കിലും ഉണ്ടോ? റൈറ്റ്, ശരി. ഇക്കോ ടൂറിസം അസോസിയേഷൻ. ഓക്കെ, ഇത് വെറ്റോ. ഓക്കെ, ശരി. അപ്പൊ നമുക്കിനി നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോകാം. നൊവാറ്റോയുടെ ആരെങ്കിലും ഉണ്ടോ? നൊവാറ്റോ. പ്രവീൺ. റോയൽ റൈഡേഴ്സ് അങ്ങ് WDF നോർത്ത് വയനാട് ടൂറിസം. ഇതാണിത്. താങ്ക് യു. വയനാട് ഡെസ്റ്റിനേഷൻ മേക്കേഴ്സ്. WDM. താങ്ക് യു. വയനാട് ഡെസ്റ്റിനേഷൻ മേക്കേഴ്സ്. പ്ലീസ്. വയനാട് ടൂറിസം ഓർഗനൈസേഷൻ. വയനാട് ടൂറിസം ഓർഗനൈസേഷന്റെ ആരെങ്കിലും ഉണ്ടോ? വയനാട് ടൂറിസം ഓർഗനൈസേഷൻ. ഓക്കെ, WTO പ്രതിനിധി ഉണ്ടോ? എല്ലാവരും ഇവിടെ എവിടെയൊക്കെ ഉണ്ട്. പാട്ട് പാടിയ രണ്ടുപേരുണ്ട്, അവർക്ക് 2 മൊമെന്റ് ഉണ്ട്. പാട്ട് പാടി ആ കാലി വരൂ. പാട്ടുപാടിയ ശ്രീഹരി ആൻഡ് സുദേവ് പ്ലീസ്. നമ്മുടെ ഷംസാദ് മലിക്കാർ. അപ്പൊ അതിനു മുമ്പ് ആ പാട്ട് ഒന്നുകൂടി നമുക്ക്